ഇന്ന് നമുക്ക് 1580 റേഞ്ചിൽ വന്നിരിക്കുന്ന ഒരു സെമി സിൽക്കിലെ ഫ്ലോറൽ ഡിസൈൻ വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷനാണ്. അതിനകത്തൊരു കാന്ത സ്റ്റിച്ചിൻ്റെ വർക്കും കൂടെ വന്നിട്ടുണ്ട്. നമുക്ക് ഡെയിലി യൂസിനൊക്കെ നല്ല സാരീസ്, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരീസ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ അതേ മാനിക്യൂനിലിട്ടിരിക്കുന്ന ചുരിദാർ സെറ്റ്സ്. ഇത് നമ്മുടെ പ്യുവർ ദേശി ടെസറിൽ വന്നിരിക്കുന്ന ചുരിദാർ സെറ്റാണ്. നല്ല ബ്യൂട്ടിഫുൾ ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ട് ദുപ്പട്ട ഉണ്ട്. ഇതേപോലെ 2 ബോർഡറിലും ദുപ്പട്ടയിൽ ഈ ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട്. അതേപോലെ ലോവർ പോർഷനിലും ആ ഒരു വർക്ക് വന്നിട്ടുണ്ട്. അതേപോലെ കോട്ടൺ സിൽക്കിൽ വന്നിരിക്കുന്ന ബോഡിയിലും ചെറിയ ചെറിയ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല ജെറ്റ് ബ്ലാക്ക് ടോൺ ആണ്. അപ്പോൾ ഇത് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിലൊന്ന് ചോദിച്ചാൽ മതി. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന ഈ സാരീസിൻ്റെ കളക്ഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്ന ഇതേപോലെ ഒരു ക്രീം ഷെയ്ഡിൽ വന്നിരിക്കുന്ന സാരി ആട്ടോ. ഇതെല്ലാം ഒരു ബേസ് കളർ ക്രീമാണ് കേട്ടോ. പിന്നെ ഞാനിടുന്ന വീഡിയോസിൻ്റെ എണ്ണം കുറച്ച് കുറഞ്ഞു പോയായിരുന്നു. അത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൂവാറ്റുപുഴ ഒരു സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ പർച്ചേസിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തിരക്കിലായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം കൂടെ അങ്ങനെ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടാകും അത് ഓപ്പൺ ചെയ്യുന്നവരെ. അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് അതുകൊണ്ട് വേറെ ആളുകളൊക്കെ ഇടയ്ക്ക് കയറിയൊന്ന് വീഡിയോ ഇടുന്നതാണ്. അപ്പം കണ്ടിന്യൂസ് ഞാൻ ഇടാനായിട്ട് ഞാനും ശ്രമിക്കുന്നുണ്ട് മാക്സിമം. ഇപ്പോൾ പർച്ചേസൊക്കെ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ഇന്ന് വന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഒരു ക്രീം ഷെയ്ഡിൽ ഓൾ ഓവർ ദ ബോഡി ഇങ്ങനെ ഫ്ലോറൽ ഡിസൈനാണ് വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ 2 ബോർഡറിൽ ഇതേപോലെ ഒരു കാന്ത സ്റ്റിച്ചിൻ്റെ വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബോർഡേഴ്സ്. മുന്താണിയും അതേപോലെ തന്നെ ഒരു കാന്ത സ്റ്റിച്ചിൻ്റെ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയലാട്ടോ. നമുക്ക് ഉടുക്കാനും നല്ല കംഫർട്ടബിളാണ്. ഉടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒതുങ്ങി നിൽക്കുന്ന മെറ്റീരിയൽ. ഇങ്ങനെ ഭയങ്കര ബോഡി ഹഗ് ചെയ്ത് നമ്മുടെ ബോഡി പാർട്സ് എടുത്ത് കാണിക്കുന്ന രീതിയിൽ അങ്ങനത്തെ മെറ്റീരിയലും അല്ല. എന്നാൽ ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമ്മൾ ഉടുത്താൽ നല്ലൊരു സ്റ്റഡി ആയിട്ടൊക്കെ നിൽക്കുന്ന ടൈപ്പ് സാരീസാണ്. നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യാം. സാരി നമ്പർ 1 ആണ് ഇത്. എല്ലാ സാരിക്കും നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. കാരണം ഡിസൈനിൽ മാത്രം വരുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഇങ്ങനെയാണ് സാരിയുടെ ഓൾ ഓവർ ദ വ്യൂ വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഫ്ലോറൽ ഡിസൈൻ. പിന്നെ അതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ബ്ലൗസും ഇതേപോലെ തന്നെ അല്പം കൂടെ ചെറിയ പ്രിൻറ്റിൽ വന്നിരിക്കുന്ന ഫ്ലോറൽ ഡിസൈനാണ് ബ്ലൗസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് പ്രിൻറ്റഡ് ആയിട്ടുള്ള ബ്ലൗസ് ഇടാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഇതിനകത്ത് ഇങ്ങനെ മൾട്ടിപ്പിൾ കളേഴ്സ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഏത് കളറിൻ്റെ ഒരു ബ്ലൗസ് ഇട്ടാലും ഇതിന് നല്ലതായിരിക്കും. പീച്ചുണ്ട്, പിങ്ക് ഉണ്ട്, ഈ കാന്ത വർക്ക് വരുന്നത് ഒരു ഗ്രീൻ, അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഏത് കളറ് ബ്ലൗസ് ഇട്ടാലും ഇതിന് നല്ലതായിരിക്കും കേട്ടോ. സാരി നമ്പർ 1. സാരി നമ്പർ 2. സാരി നമ്പർ 2 വരുമ്പോൾ ഡിസൈനിൽ ഇങ്ങനെ മാത്രം വരുന്ന വ്യത്യാസം. ബാക്കി നമ്മുടെ പാറ്റേൺ സെയിം തന്നെയാണ്. സാരി നമ്പർ 2 ഡിസൈനിൽ വരുന്ന വ്യത്യാസമാണ് കേട്ടോ. ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ഇതേപോലെ പ്രിൻറ്റഡ് ബ്ലൗസ് വന്നിട്ട് സ്ലീവിൽ ഈ ഒരു കാന്ത വർക്ക് കൊടുത്തിട്ടുണ്ട്. ഓൾ ഓവർ ദ ബോഡി ഇത് തന്നെയാണ്. സാരി നമ്പർ 2. സാരി നമ്പർ 3 വരുന്നത് ഇതാണ്. 3യുടെ ഡിസൈൻ വരുന്നത് ഒരു ക്രീം ഷെയ്ഡാണ്. ബേസ് കളർ വരുന്നത് ഒരു ക്രീം അല്ലേ ഇത്, ക്രീം ഷെയ്ഡ്. ഇതാണ് സാരി നമ്പർ 3. ഇതിൻ്റെയൊക്കെ ബ്ലൗസ് വരുന്നത് ഇങ്ങനെ തന്നെയാണ്. പ്രിൻറ്റഡ് ആയിട്ടുള്ള ബ്ലൗസാണ് കേട്ടോ വരുന്നത്. ഇതേപോലെ പ്രിൻറ്റഡ് ആയിട്ടുള്ള ബ്ലൗസ്. ഇപ്പോൾ പ്രിൻറ്റഡ് ബ്ലൗസ് വേണ്ടാന്നുള്ളവർക്ക് ഇതിനകത്തുള്ള ഏതെങ്കിലും, ഇപ്പോൾ ഈ കാന്ത സ്റ്റിച്ച് വന്നിരിക്കുന്ന നല്ലൊരു ബോട്ടിൽ ഗ്രീനും റാണി പിങ്കും ഒക്കെയാണ്. ആ ഷെയ്ഡിലുള്ള ബ്ലൗസ് ഇട്ടാലും മതി. അല്ല ഇതിനകത്തുള്ള ഫ്ലവർ ഡിസൈൻ്റെ ഇട്ടാലും നല്ലതായിരിക്കും. സാരി നമ്പർ 4. സാരി നമ്പർ 4 വരുമ്പോൾ ഇതാണ് സാരി നമ്പർ 4. ഡിസൈൻ വരുമ്പോൾ ഇങ്ങനെ വരും. ഇതിനൊന്നും പ്രത്യേകം ബ്ലൗസ് തയ്പ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവർക്കും ഇതിനകത്ത് ഏതെങ്കിലും ഒരു കളർ ബ്ലൗസ് കാണും. സാരി നമ്പർ 5. ചെറിയ ആ ഡിസൈനിലുള്ള വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. സാരി നമ്പർ 5 മഴ സമയത്തും അല്ലാതെയും ഒക്കെ ഉടുക്കാനും നല്ലതാണ്. സാരി നമ്പർ 5 വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാരീസാണ്. സാരി നമ്പർ 6 വരുമ്പോൾ ഇതാണ് 6ൻ്റെ ഡിസൈൻ വരുന്നത്. സാരി നമ്പർ 6. സാരി നമ്പർ 6. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്പറും കൂടെ ഇടാൻ മറക്കരുത് കേട്ടോ. കാരണം എനിക്ക് തന്നെ ഇത് കാണിക്കുമ്പം വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. സാരി നമ്പർ 7. സാരി നമ്പർ 7. സാരി നമ്പർ 8.
സാരി നമ്പർ 8. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ സാരീസിൻ്റെ കളക്ഷൻസ്. അപ്പോൾ ഇതൊരു നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ്. ഡെയിലി യൂസിനും ഒക്കെ ക്യാഷ്വൽ വെയർ ആയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ നല്ല സാരീസാണ്. ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. രണ്ടിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാവും. താങ്ക്